ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണ്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഐസ്ക്രീം സ്റ്റിക്സ് എടുക്കുന്നുണ്ട്. 2 മതി. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരറ്റം ത്രികോണം പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വാഷി ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വാഷി ടേപ്പ് ഇല്ലെങ്കിൽ പെയിൻറ് അടിച്ചു കൊടുത്താലും മതി. ഇനി ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൂടെ അതിൻ്റെ കറക്റ്റിന് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു കവായ് സ്റ്റിക്കർ എടുത്തിട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിലും നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് ഒട്ടിച്ചു കൊടുക്കണത്. അതുകൊണ്ടായാലും ഒട്ടണമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം മറ്റേ ഭാഗമാണ് ഒട്ടിച്ചത്. എനിക്ക് മറ്റേ ഭാഗമായിരുന്നു വേണ്ടിയത്. അപ്പം ഞാൻ അവിടുത്തെ മാച്ചിട്ട് മറ്റേ ഭാഗത്ത് തന്നെ പശ ഒട്ടിച്ചാണ് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായെങ്കിലും കാണും മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ. ഞാനത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ ഇതുപോലെ സ്പ്രിങ് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഐസ്ക്രീം സ്റ്റിക്കും രണ്ടും കൂട്ടേണ്ട ഒപ്പം ബാക്കിയാണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ 2 ഭാഗത്തും അങ്ങനെ ഭാഷയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കുമേ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വർക്കൗട്ടാണോ നോക്കാം. പിന്നെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ കവായ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ട്യൂസർ എടുത്തിട്ട് നമുക്ക് അത് വേക്കുണ്ടാക്കാം. ആദ്യം എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ലാതായി വന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.